Hello guys, so once again welcome back to our next video. ഇന്ന് നമ്മളുള്ളത് ബെൻഡിഗോയിലാണ്. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, ജംഷീർക്ക, ഷംനത്ത. ഇവരെ വീട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടുത്തെ ബെൻഡിഗോയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ്. ട്വിങ്കിൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഉണ്ണിവാവി ഉണ്ട്. റുത്ത് ബേബി ഹായ് ഹായ്. അപ്പോൾ നമുക്ക് ഇനി പോണ വഴിയിലെ കാഴ്ചകളൊക്കെ ഉണ്ടോ? എന്നിട്ട് ഒറ്റ പട്ടിയൊക്കെ കുറയ്ക്കട്ടോ അപ്പുറത്ത്. ശരി, അപ്പോൾ ജംഷീർക്കയുടെ കാറിലാണ് പോണത്. ജംഷീർക്കാരുടെ ലുക്കൊക്കെ കേട്ടില്ലേ? അതിന് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മൾ ബെൻഡിഗോയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ്. ഇതാണ് ജംഷീർക്കയുടെ വീട്. ഇവിടെ ഇവർക്ക് 2 കാറൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഏരിയ ആണ്. ശരിക്കും ഒരു നമ്മുടെ വീടൊക്കെ പോലെ തന്നെ ഒരു കോർണറിൽ ഒരു റോഡിൻ്റെ എൻഡിൽ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇനി പോണ വഴിയിൽ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ജംഷീർക്ക, നമ്മളിന്ന് എവിടേക്കാണ് പോകാൻ പ്ലാൻ? നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ സ്കൂബ ഒരു ലാൻഡ് മാർക്കാണ് ബെൻഡിഗോയിലെ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ വന്നേക്കാണ്. ഇതിൻ്റെ പേര് ബർഗ്സ് അല്ലേ? ബർഗ്സ്. ഇതിവിടെ ബെൻഡിഗോയിൽ മാത്രമായിട്ടുള്ള ഒരു ഫ്യൂവൽ സ്റ്റേഷനാണ്. ഓസ്ട്രേലിയ വീട് ഉള്ളതാണ്, പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ഇതാണ് ഉള്ളത്. ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഫ്യൂവലൊക്കെ അടിക്കണം. ജംഷീർക്ക വലിയ കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് സ്വന്തമായിട്ട് ഫ്യൂവൽ അടിക്കുന്ന കാഴ്ചയാണ്. ഏതാ 91 ആണോ? ഡീസലാണല്ലോ. പിന്നെ ഇവിടുത്തെ ഡീസൽ പ്രൈസ് 164 സെന്റ് ആണ്. ജംഷീർക്കയുടെ വണ്ടിക്ക് ഇപ്പൊ മൈലേജ് ഒക്കെ എത്രയുണ്ടോ ഏകദേശം നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? എനിക്ക് തോന്നുന്നു 7.8 ലിറ്റേഴ്സ് പെർ 100 കിലോമീറ്റർ. 7.8 ലിറ്റർ കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കാണാനായിട്ട് ഇതാണ് ബ്ലൂ ലൈറ്റ് കാർഡ് കേട്ടോ. ഞാൻ നാളെ വീഡിയോ ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. ഇതിവിടെ ഓസ്ട്രേലിയയിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജംഷീർക്ക് ഞങ്ങൾ ഇന്ന് കാലത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് പോസ്റ്റ് വന്നുള്ളൂ. നമുക്കിത് വെച്ച് കുറേ ഓഫേഴ്സ് കിട്ടും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുറേ ഓഫേഴ്സ് കിട്ടും. നിങ്ങളിന്ന് ഇതിന് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് $10 അല്ലേ ഉള്ളൂ ഫസ്റ്റ് 2 ഇയേഴ്സിലേക്ക് $10. പിന്നെ എവരി ഇയർ അത് കഴിഞ്ഞാൽ $5 വെച്ചാണ് വരുന്നത്. എല്ലാ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇതെടുക്കുക. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പരമാവധി യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ മുന്നിൽ കാണുന്നതാണ് ഗ്രേറ്റ് സ്കൂബ. ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. പിന്നെ നമുക്ക് പോയി നോക്കാം എന്താണെന്നറിയാം. അതെ, മഴയാണെങ്കിൽ മഴയും തുടങ്ങി കറക്റ്റ് ടൈമിൽ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ജംഷീർക്ക്, നമ്മളിപ്പോൾ ഇവിടെ ബെൻഡിഗോ ടൗണിൽ നിന്ന് ഇങ്ങടേക്ക് എത്ര ദൂരം ഉണ്ടാവും? ബെൻഡിഗോ ഇപ്പൊ നമ്മള് 20 കിലോമീറ്റർ ഉണ്ടല്ലോ. 18 മിനിറ്റ് എടുത്തു. ഓക്കെ, ഇവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ബെൻഡിഗോ വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ ഈ ഒരു സ്ഥലം കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. ഇനി ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുത്ത് കാണിക്കാം കേട്ടോ. This map will take you through our Peace Garden, which has our interfaith installations. When you get up to the stupa, there'll be a guide who can answer any questions that you have. Our cafe does food until 2:30 and coffee until 3. Yeah. And instead of an entry fee, we encourage people to donate. Yeah. So there's an EFTPOS machine around the corner there. There are red donation boxes all over the site. Yeah. നമ്മളിപ്പോൾ ഗ്രേറ്റ് സ്തൂപയുടെ ഉള്ളിലൊക്കെ വന്നേക്കാണ്. ഇവിടെ എൻട്രൻസ് ഫീ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്കിവിടെ ഒരു $10 തൊട്ട് ഒരു ഡൊണേഷനായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇത് സ്വൈപ്പിംഗ് കാർഡ് ഇതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാർഡ് വെച്ച് അത് പേ ചെയ്യാവുന്നതാണ്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാൻ നല്ലൊരു സ്പിരിച്വൽ ഫീലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് ആ ഒരു ഫീൽ ചെയ്യാൻ നോക്കാം. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ ഒരുപാട് ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടി പോകാവുന്നതാണ്.
ഇതുവരെ ജസ്റ്റ് ഒരു മിനിയേച്ചർ സ്കൾപ്ചർ പോലെ എൻ്റെ ഒരു മോഡൽ ഇവിടെ ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. പിന്നെ ഇവിടുന്ന് ഒരു ഉള്ളിലേക്ക് വന്നാൽ നല്ലൊരു വിഷ്വലാണ് പറഞ്ഞാൽ. നമ്മുടെ ബുദ്ധമതത്തിൻ്റെ ആ ഒരു കൾച്ചറും കാര്യങ്ങളും അവരോരോ സ്തൂപങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദലൈലാമയുടെ ഒരു ഫോട്ടോ കാണാം. ഇതൊരു സ്റ്റഡി റൂം പോലെയാണ്. ഇവിടെ ഒരു വീഡിയോ സെഷൻ ഉണ്ട്. അതിൽ ഫുള്ള് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ കുറേ ചെയർസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ അതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നീട് അവിടെ പോയി കാണുകയാണെങ്കിൽ നല്ല രസമായിരിക്കും സംഭവങ്ങൾ. നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയയും കിട്ടും. നല്ല മഴയാണ് ഗൈസ്. എന്താ പറയുക, എവിടെ വന്നാലും അതെ. ഇപ്പോൾ ഈ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഓരോ സ്ഥലങ്ങൾ നല്ല നല്ല സ്ഥലങ്ങൾ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും പിന്നെ കുറേ മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടിങ്കളും കൊച്ചും കാറിലിരുന്നു. അവർ പുറത്തോട്ട് ഇറങ്ങിയില്ല. കാരണം കൊച്ചിന് ഇപ്പോൾ പറഞ്ഞ പോലെ ഓൾറെഡി ജലദോഷമാണ്, മാറി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും കൂട്ടുണ്ടാകുന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പോൾ ഞാനുണ്ട്, ജംഷീർക്ക ഷംനത്തിയുണ്ട്. ഞങ്ങൾ മുതൽ കൂടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. നിങ്ങളെ കാണിച്ചു തരാം. ഇഫ് യു സീ സ്നേക്സ്, ആ അപ്പം പാമ്പുകളെ കണ്ടാൽ സ്റ്റാഫിനോട് പോയിട്ട് പറയാം, പാമ്പിനെടുത്ത് തോളത്തിട്ടിട്ട് കൂട്ടി കടിച്ചു കൊടുത്താലും മതി. അതെ. അപ്പോൾ ഇതിലാണ് നമ്മുടെ വഴി പോകുന്നത്. ഒരു 200 മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. മഴയായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡ്രോൺ പുറത്തേക്ക് കാണിക്കാൻ വരുന്നു. അപ്പം നമുക്കിതിലെ പോവാം. മഴയാണ്, അല്ലെങ്കിൽ ഡ്രോണൊക്കെ പുറത്ത് നിങ്ങൾക്ക് വിശാലമായ കാഴ്ചയൊക്കെ, ഡ്രോണൊക്കെ അവസാനം വില മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് പിന്നെ അത് തപ്പിപ്പിടിക്കാനൊക്കെ പോയിട്ട് വരെ സംഭവം. ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ കൊടുത്തിട്ടുണ്ട്. അത് എലിയാണോ അത്? അല്ലേ? ആ, ഇത് വേണ്ട, എലിയാണ്. പിന്നെ ഗണപതിയുടെ ഒരു ഇതുണ്ട്, വിഗ്രഹമുണ്ട്. നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും അറിയാത്തത് കൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. ഇവിടെ പിന്നെ ഏതോ ഒരു ദൈവത്തിൻ്റെ ആണോ എന്തോ ഒരു രൂപമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. Compassion is the heartfelt wish that others also is a female deity of a compassion. ബുദ്ധിസ്റ്റ് ഡൈറ്റി എന്ന് പറയുമ്പോൾ ലൈക്ക് ദൈവം എന്നുള്ള രീതിയിലാണോ? ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ പരിപാടി ഒക്കെ ഉണ്ട്. മീനുകളൊന്നുമില്ല. ആ, അതെ, കൃഷ്ണൻ്റെ. ആ, ഇത് സ്ഥലം കൊള്ളാലോ. ഇതിവിടെ ശരിക്കും ഒരു അതെ. ആ, ഇവിടെ ഒരു കൃഷ്ണൻ്റെ സ്തൂപം കാണാം. ഇവിടെ വരുവാണെങ്കിൽ ഇതിൽ കേരള ഹിന്ദു സൊസൈറ്റി, ബെൻഡിഗോ, എസൻസ് ഓഫ് ഗീത. നല്ലൊരു സ്പിരിച്വൽ ഫീൽ അല്ലേ? അത് കണ്ടില്ലേ, ആനയുടെ പുറത്ത് ഒരു മുയൽ, കുരങ്ങ്, പിന്നെ ഒരു കിളി, ഒരു മാങ്ങയും പിടിച്ചിരിക്കുന്നു. ഹാർമോണിയസ് ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നു ഹിന്ദു മതത്തിലൊക്കെ പെട്ടവർക്കൊക്കെ കുറച്ചുകൂടി നല്ല. അതെ അല്ലേ? ആ, ഇനി കഴിഞ്ഞിപ്പോൾ ഉള്ളിലോട്ട് പോകുന്നതോറും നമുക്ക് കാണാം. അതെ, വേറൊരു വൈബ്, വേറൊരു ഇത് കണ്ടോ, പ്രയർ വീൽസ് ഉണ്ട്. കറങ്ങുമെന്ന് നോക്കാം. വിത്ത് എറ്റേണൽ ഗ്രാറ്റിറ്റ്യൂഡ്. ആ, കറങ്ങുന്നുണ്ട്. എന്താ എഴുതിയ നിനക്ക് എന്താ മനസ്സിലാവും ഇതില്? ഓ, ഇതിലെന്താ എഴുതിയേക്കണെന്ന് നോക്കാം. ജംഷീർക്ക് നേരത്തെ പറയട്ടെ, ഇത് കണ്ടപ്പോ ജിലേബി കടിച്ചു പറിച്ചിട്ട് അങ്ങനെ പോലെ ഇട്ടത്.
അല്ല ലാംഗ്വേജ് കണ്ടപ്പോഴേ മാൻഡറിൻ എഴുതിയേക്കണം തോന്നുന്നു എനിക്ക് കറക്റ്റ് ജാപ്പനീസ് ഈ മറ്റേ ഭൂട്ടാനല്ലേ ശരിക്കും ഇവരുടെ സ്ഥലം. അവരുടെ പ്രയർ വീലുകൾ ഇത് പ്രയർ വീലാണ്. അവിടെ ഒരു കിണറുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ കിണർ കിണർ അല്ലേ. പക്ഷെ അതിന്റെ മുകളിൽ കയറൊന്നുമല്ല. ഇതാണ് നമ്മുടെ ബുദ്ധൻ. നല്ല അടിപൊളി നല്ല കളറും അത് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ ഒരു ഡ്രാഗൺ ആണത്. ഡ്രാഗൺ ഏത് ഇത് അല്ലേ ഡ്രാഗൺ വെള്ളം അടിപൊളി. ഗൈസ് ഇത് കണ്ടോ, മെറ്റൽസ് ഉപയോഗിച്ച് ഒരു ഡ്രാഗണിന്റെ ഒരു സ്കൾപ്ചർ ഇത് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ഒരു സ്തൂപുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏതൊരു കന്യാസ്ത്രീയുടെ സ്തൂപം കാണാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ലൈക്ക് എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇവിടെ വന്ന് എന്താ പറയുക ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ദൈവത്തിനും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അത് ഗ്രേറ്റ് സ്തൂപയുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല മഴയൊക്കെ മാറി അത്യാവശ്യം വെയിലായല്ലേ. നല്ല തണുപ്പുണ്ട്. അത് കാറ്റ് ഫുൾ ടൈം ഉണ്ട് ഇതല്ലേ. ഇപ്പം നിങ്ങൾ ഇവിടെ വീണ്ടും കുറേ പ്രയർ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വജ്ര ഫെൻസ് പ്രയർ വീൽസ്. നമുക്ക് ഇതിൻ്റെ രീതികളും കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതെങ്ങനെയാണ് നമ്മളിങ്ങനെ വെറുതെ തൊടാൻ പാടുണ്ടോ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും വലിയ ഐഡിയ ഇല്ല. എനിവേ സംഭവം നല്ലൊരു കാഴ്ചയാണ് പറയുമ്പോൾ. എന്താണ് പ്രയർ? ഇത് ഓരോരുത്തർ വല്ല ഇത് ഡൊണേറ്റ് ചെയ്തതായിരിക്കും അല്ലേ. ഓരോരുത്തർ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ നടന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് ഞങ്ങൾ പറയുന്നത് മണ്ടത്തരാണെങ്കിൽ ക്ഷമിക്കുക, അത് കമൻ്റായിട്ട് പറയാം എന്താണ് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള മീനിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ആ സ്തൂപയുടെ തൊട്ട് താഴെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റായി, നല്ല ക്ലിയറായി. പക്ഷെ നല്ല കാറ്റുണ്ട്. അത് കാരണം എന്താ പറയുക കയ്യൊക്കെ ഐസായി പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണാം ഈ പ്രയർ വീൽസൊക്കെ ഇതിന് ചുറ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫുൾ സറൗണ്ട് ചെയ്തിട്ട്. ഇതിന് ശരിക്കും യൂസും കാര്യങ്ങളൊന്നും ഈ പറഞ്ഞതുപോലെ എനിക്കറിയത്തില്ല. എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണിത് ലൈക്ക് വെറുതെ ടച്ച് ചെയ്യാൻ പാടോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എനിക്ക് അറിയുന്നവർ പറയാം. ഇത് ശരിക്കും ഒരു ഫുള്ളൊരു ഏക്കർ ഓഫ് സ്ഥലത്തിൻ്റെ ഉള്ളിൽ ചുറ്റിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ആ ഡ്രോൺ എടുത്തിരുന്നെങ്കിൽ ഒരു നല്ലൊരു വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ ആ സമയത്ത് മഴ ആരും എടുത്തില്ല. പക്ഷെ ഇപ്പോൾ മഴ മാറി. അതുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക ആകാശ വ്യൂ കിട്ടേണ്ടതായിരുന്നു. പറയട്ടില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ കാറ്റിൻ്റെ ശക്തി ഫീൽ ചെയ്യണമെങ്കിൽ ഇത് അനങ്ങുമ്പോൾ ഇത് വീഡിയോയിൽ എന്തോളമായിട്ട് കിട്ടുന്നത്. ഇനിമേ നല്ല കാറ്റാണ്. ശരിക്കും ഫ്രീസായില്ലേ കഴിഞ്ഞൊക്കെ. ജംഷീർക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ. ഒരു എന്താ പറയാ വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതായിരുന്നു ശരിക്കും. ഒരു കാടിന്റെ ഉള്ളില് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ഫുള്ള് ഒരു കാട് പോലത്തെ പ്രത്യേകിച്ചാണ്. അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കാണ്. അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഈ സ്തൂപത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം ഇതിനുള്ള എൻട്രൻസും എൻട്രൻസും കാര്യങ്ങളൊന്നും കുറെ ഡോറുകളുണ്ട്. പക്ഷെ അവിടെ എൻട്രൻസൊന്നും അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. ജസ്റ്റ് വന്നു കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ കാണാം. ശരി തന്നിട്ട് അപ്പം ഞങ്ങളുടെ സ്തൂപശില്പം കഴിഞ്ഞ് ഞങ്ങളിനി നേരെ ബട്ടർഫ്ലൈസിനെ പിടിക്കാനായിട്ട് ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോവുകയാണ്. പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജംഷീർക്ക് എനിക്ക് അവിടുന്ന് കുറച്ച് പൂമ്പാറ്റകളെയും തുമ്പികളൊക്കെ പിടിച്ചു തരാന്ന് പറയുന്നത് കല്ല് ഉറക്കാരൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ പാർക്ക്. അതാ ജംഷീർക്ക് എനിക്ക് പിടിച്ചരാന്ന് പറഞ്ഞ 2 ബട്ടർഫ്ലൈസ്.
കളിക്കാനുള്ള ഒരു ചെറിയ അതല്ലേ. അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ മെയിൻ എന്റർടൈൻമെന്റ് പ്ലേസ്? അല്ല, ഇത് വൺ ഓഫ് ദ ഇവിടുത്തെ ഒരു പാർക്കാണ്, ബട്ടർഫ്ലൈ പാർക്ക്. പിന്നെ ലേക്ക് വെറൂണയാണ് രണ്ടാമത്തത്. അതല്ലേ. 2 മെയിൻ ആയിട്ടുള്ള പാർക്കുകളാണ് ഇവിടെ ഉള്ളത്. ഇത് അത്യാവശ്യം തിരക്കുള്ള ഒരു പാർക്കാണ്. വൈകുന്നേരങ്ങളിൽ നല്ല പിള്ളേർ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. കാരണം ഇതിന്റെ അടുത്ത് തന്നെ മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ ഇതുണ്ട്, ഇതിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ ജംഷീർക്കയുടെ മകനൊക്കെ ഇവിടെയാണ് സ്വിമ്മിംഗ് പഠിക്കുന്നത്. അതെ, അങ്ങനെ. അതെ, മ്യൂസിക് ക്ലാസ് കേൾക്കാം. മുട്ടു അതെ അതെ കാറ്റുണ്ട്. എന്താ ചെയ്യാൻ ഈ ടാപ്പ് തുറന്നിട്ട് ഇതിലെ വെള്ളം വരുന്നത് എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കളിക്കും. ഫുള്ളിങ്ങനെ ഒഴുകി അങ്ങോട്ട് പോവില്ലേ? പിന്നെ അതുപോലെ അവിടെ കണ്ട അതായത് JCBയുടെ അതുപോലെ അതിന് മണ്ണ് വാരി. ആ ആ ഹോസ്പിറ്റൽ അല്ലേ? ഇവിടുത്തെ പബ്ലിക് ഹോസ്പിറ്റലാണ്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറെ സ്ഥലത്ത് പടർന്നു വന്നിരിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലേ? ലട്രോബിന്റെ ലട്രോബ് യൂണിവേഴ്സിറ്റി എല്ലാ സ്പെഷ്യാലിറ്റി ഉണ്ട്, ഡെന്റൽ അടക്കം ഒരുവിധം എല്ലാ സ്പെഷ്യാലിറ്റി. അപ്പൊ നമ്മളിപ്പോ ലേക്ക് വെറൂണ കാണാൻ വന്നേക്കാണ്. ജംഷീർക്ക് എന്താണ് ലേക്ക് വെറൂണയുടെ പ്രത്യേകതകളായിട്ട് പറയാറുള്ളത്? ഇവിടെ ഒരു നല്ലൊരു ജോഗിങ് ട്രാക്ക് ഉണ്ട്. 1.4 കിലോമീറ്റേഴ്സ് ആണ് ഇത് ഫുൾ റൗണ്ട് ഇത് വരുന്നത്. പിന്നെ അകത്ത് ഇതേപോലെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബാർബെക്യൂ കോർണർ ഉണ്ട് ഇവിടെയും. പിന്നെ ഈ ലേക്ക് തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. അത്യാവശ്യം ഇവിടെ ഒരു ക്രൗഡഡ് ആവുന്ന ഒരു പാർക്കാണ്. പിന്നെ ഒരു ലേക്ക് പിന്നെ പാർക്കുമാണ് ഈ ലേക്ക് വെറൂണ. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കയാക്കിംഗ് ഒക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് തന്നെ ഒരു അക്വാട്ടിക് ക്ലബ് ഉണ്ട്. അതായത് ഈ ലേക്ക് വെറൂണ ഈ അക്വാട്ടിക്കിന്റെ ക്ലബുണ്ട്. അപ്പോൾ അവർ കുറേ ഇവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട് ലേക്ക് വെറൂണയിൽ തന്നെ. അപ്പോൾ അവരുടെ കയാക്ക് ഇവിടെ കണ്ടോ, അത് ഡ്രാഗൺസ് ഓഫ് അപ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കയാക്കും അതിന്റെ ബോട്ടുകളും ഒക്കെ ആയിട്ട്, സ്നേക്ക് ബോട്ടും പരിപാടികളൊക്കെ ആയിട്ടുള്ള കുറെ തത്തകൾ. ഈവനിങ് ഒക്കെ നല്ല തിരക്കാണ്. പിന്നെ ഈ റെയിൽവേ ക്രോസിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനൊക്കെ ക്രോസ് ചെയ്തു. അയ്യോ കരയാണോ?